നമുക്ക് 2 ടൈപ്പ് ഹാർഡ് ഡിസ്ക് ഉണ്ട് കേട്ടോ. കമ്പ്യൂട്ടറിൽ ഇടുന്ന മോഡൽ ഹാർഡ് ഡിസ്കും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിസിടിവിക്ക് വേണ്ടിയിട്ട് ഇടുന്ന ഹാർഡ് ഡിസ്കും ഉണ്ട്. അപ്പോൾ സിസിടിവിക്ക് വേണ്ടിയിട്ട് ഇടുന്ന ഹാർഡ് ഡിസ്ക് വേറെയാണ്. അതാണ് സർവൈലൻസ് ഹാർഡ് ഡിസ്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സർവൈലൻസ് ഹാർഡ് ഡിസ്കുകൾ 24 മണിക്കൂറും വർക്ക് ചെയ്യാൻ വേണ്ടി കേപ്പബിൾ ആയിട്ടുള്ള ടൈപ്പ് ഹാർഡ് ഡിസ്കുകളാണ്. അതേസമയം സിസിടിവി നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇടുന്ന ഹാർഡ് ഡിസ്ക് ആണെങ്കിലോ അതൊരു 7-8 മണിക്കൂറേ നമുക്ക് യൂസ് ചെയ്യുള്ളൂ എന്നുള്ള പ്രതീക്ഷയിലാണ് അവരത് നിർമ്മിച്ചിരിക്കുന്നത്. സർവൈലൻസ് ഹാർഡ് ഡിസ്ക് എടുക്കുമ്പോഴത്തേക്കും 3 ബ്രാൻഡുകളാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്. ഒന്ന് വെസ്റ്റേൺ ഡിജിറ്റൽ, 2 തോഷിബ, 3 സീഗേറ്റ്. ഇങ്ങനെ 3 ബ്രാൻഡുകളാണ് ഉള്ളത്. 1 ടിബി ആണ് ഏറ്റവും കുറഞ്ഞത്. അതിൽ താഴേക്ക് ഹാർഡ് ഡിസ്ക് സർവൈലൻസ് ഹാർഡ് ഡിസ്ക് ആയിട്ട് വരുന്നില്ല. ഇന്നിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഹാർഡ് ഡിസ്കുകൾ 500 ജിബിയുടെ കണ്ടിട്ടുണ്ടാവും. അതെല്ലാം റീഫർബിഷ്ഡ് ഹാർഡ് ഡിസ്കുകളാണ്. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള മേജർ ബ്രാൻഡുകളായിട്ടുള്ള കമ്പനീസ് ഒന്നും തന്നെ ഹാർഡ് ഡിസ്കുകൾ 1 ടിബിക്ക് താഴെ നിർമ്മിക്കുന്നില്ല കേട്ടോ. അത് പ്രത്യേകം നമ്മൾ ഓർക്കുക. പിന്നെ ഹാർഡ് ഡിസ്കുകൾ എപ്പോഴും അതിൻ്റെ മുകളിലൊരു സീരിയൽ നമ്പറും ഉണ്ട്. അതിൻ്റെ മാനുഫാക്ചറിംഗ് ഡേറ്റും അതിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് കയറിയിട്ട് ഇവരുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ ഹാർഡ് ഡിസ്ക്കാണ് പർച്ചേസ് ചെയ്തേക്കണമെങ്കിൽ അതിൻ്റെ സീരിയൽ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് എത്ര നാളിനി വാറണ്ടി ഉണ്ടെന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് നല്ല ഒറിജിനൽ ആയിട്ടുള്ള ഹാർഡ് ഡിസ്ക് മേടിക്കുക. കാരണം ഹാർഡ് ഡിസ്ക് ആണ് നമ്മുടെ റെക്കോർഡിംഗ് സൂക്ഷിച്ച് വെക്കുന്ന പ്രധാനപ്പെട്ട സാധനം. നമ്മൾ അതിനകത്ത് എന്തെങ്കിലും റീഫർബിഷ്ഡ് ആയിട്ടുള്ളതോ പഴയതൊക്കെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ അത് എത്ര നാൾ പോകുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല.